വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അഹ്റോനോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും എന്നേക്കുമുള്ള ഓഹരിയായിരിക്കും. ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കാതെ മാറ്റിവെക്കുന്ന അതിവിശുദ്ധ വസ്തുക്കളിൽ അവർ നിനക്ക് സമർപ്പിക്കുന്ന വഴിപാടുകൾ, ധാന്യബലികൾ, പാപപരിഹാര ബലികൾ, പ്രായശ്ചിത്ത ബലികൾ എന്നിവ നിന്റെ ഓഹരിയായിരിക്കും. അവ നീയും നിന്റെ പുത്രന്മാരും അതിവിശുദ്ധമായി കരുതണം. വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് അത് ഭക്ഷിക്കാം. പുരുഷന്മാർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം. അത് വിശുദ്ധമാണ്. ഇസ്രായേൽ ജനം നൽകുന്ന സകല നേർച്ചകളും അവയുടെ നീരാജനങ്ങളും നിൻ്റേതായിരിക്കും. അവ നിനക്കും നിൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതമായ അവകാശമായി ഞാൻ തന്നിരിക്കുന്നു. നിൻ്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം. കർത്താവ് അഹ്റോനോട് അരുളിച്ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിൻ്റെ അവകാശവും ഓഹരിയും. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ വ്യക്തമായിട്ട് അഹ്റോനും അവൻ്റെ മക്കൾക്കും ഉള്ള ഓഹരിയെപ്പറ്റി ഈശോ പറഞ്ഞു വെക്കുക. കാഴ്ച വസ്തുക്കളൊക്കെ നിനക്കും നിൻ്റെ പുത്രന്മാർക്കും അതിവിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാം. നേർച്ച വരുന്നത് നിനക്കും നിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും, ആൺമക്കൾക്കും പെൺമക്കൾക്കും എല്ലാം ഉപയോഗിക്കാം. അവിടെ നേർച്ചയും കാഴ്ചയും വേർതിരിക്കുകയാണ്. വിശുദ്ധമായിട്ടുള്ളത് ഇതെല്ലാം ഭക്ഷിക്കുമ്പോഴത്തേക്ക് പറയും, ഇതെല്ലാം വിശുദ്ധമായിരിക്കുന്ന വിശുദ്ധിയുള്ളവരും നിൻ്റെ ഭവനത്തിൽ വിശുദ്ധരായവർക്കും മാത്രമേ ഇതിൽ നിന്ന് ഭക്ഷിക്കാവൂ. അത്രയേറെ പരിശുദ്ധമായിട്ടാണ് ദേവാലയത്തിലെ നേർച്ച കാഴ്ചകൾ ദൈവം കാണുന്നത്. നമ്മളിന്ന് ദേവാലയത്തിൽ നേർച്ചകളും കാഴ്ചകളും അർപ്പിക്കുന്ന മനോഭാവങ്ങൾ എന്താണെന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ദൈവത്തിന് പൂർണ്ണമായും കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നത് അതിവിശുദ്ധമാണെന്ന് കർത്താവ് ഇവിടെ പറയുമ്പം നമ്മൾ കാഴ്ചയായിട്ട് കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ മനോഭാവം എന്താണ്? ഇനി നേർച്ചയിടുമ്പോഴുള്ള നമ്മുടെ മനോഭാവം എന്താണ്? എന്തിനാണ് നേർച്ചയിടുന്നത്? ഇതൊക്കെ വളരെ വ്യക്തതയോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളിൽ അത് നിഴലിക്കുകയും വേണം. നമ്മൾ പലപ്പോഴും ഈ നേർച്ചയും കാഴ്ചയും ഒക്കെ ഇട്ടച്ച് വരുമ്പം ഇതിനൊക്കെ അനുഗ്രഹത്തിന് പകരം ശാപം ഏറ്റുവാങ്ങുന്നവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായ സമർപ്പണമില്ലാതെ നമ്മൾ അലക്ഷ്യമായിട്ടൊക്കെ ഈ വിശുദ്ധമായ ശുശ്രൂഷകളിലൂടെ ഇതെല്ലാം വിശുദ്ധമാണ്, അവിടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പം നമ്മൾ വിശുദ്ധരാണോ, വിശുദ്ധിയിലാണോ, ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. വിശുദ്ധമായ അത് കാഴ്ചവെക്കുന്നതും വിശുദ്ധരുടെ മുമ്പിലോ ദൈവത്തിൻ്റെ മുമ്പിലോ നേർച്ചയിടാൻ ചെല്ലുമ്പോഴും ഒക്കെ നമ്മളുടെ വിശുദ്ധി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പെരുന്നാളൊക്കെ നമുക്കറിയാം. പെരുന്നാളിനൊക്കെ ഇന്ന് നമ്മൾ വേറൊരു തലത്തിലായി നേർച്ചയും കാഴ്ചയൊക്കെ കാണുന്നത്. അവിടെയൊക്കെ വിശുദ്ധമാണിതെല്ലാം എന്ന് കർത്താവ് നമ്മളോട് പറയുക. നേർച്ചയും കാഴ്ചയും നേർച്ച വസ്തുക്കളും കാഴ്ച വസ്തുക്കളും അത് നേർച്ചയും കാഴ്ചയും വെക്കുന്ന ആളുകളുടെ മനോഭാവങ്ങളും അവരുടെ വിശുദ്ധിയും ഒക്കെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മുടെ വിശുദ്ധമായതൊക്കെ വിശുദ്ധമാണ്. ബലിപീഠമായാലും ദേവാലയമായാലും ദേവാലയ പരിസരമാണെങ്കിലും അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു അവബോധം നമുക്ക് ഈശോ തരുന്നുണ്ട്. നമ്മൾ ദേവാലയത്തിൻ്റെ കവാടത്തിലേക്ക് കടക്കുമ്പോൾ മുതലേ വിശുദ്ധമായ ചിന്തകളും മനോഭാവങ്ങളും ഉണ്ടാകണം. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ നമ്മുടെ മക്കളുടെ പ്രേമത്തിൻ്റെ ഇടമായിട്ടും ഒരുപക്ഷെയെങ്കിൽ മയക്കുമരുന്നിൻ്റെ അത് ഉപയോഗിക്കാനുള്ള ഇടമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്ന് അറിയുന്നത് എത്രയോ ഭയാനകമാണ്. അതിൻ്റെയൊക്കെ പരിണത ഫലം ആ കുഞ്ഞുങ്ങൾക്കും ആ കുടുംബത്തിനും ഉണ്ടാക്കാൻ പോകുന്ന ആ ഭീകരത എത്രയോ വലുതാണ്. ഇതൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല.
അവരോട് പറഞ്ഞത്. അതേസമയം മറ്റുള്ള നമ്മുടെ പിള്ളേർ മാത്രമേ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. മറ്റുള്ളവരൊക്കെ അവരുടെ വിശ്വസ്ഥലത്തെ വിശുദ്ധമായി കാണുന്നുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ദേവാലയത്തിലോ കൊടുക്കേണ്ടത് കൊടുത്ത് വിശുദ്ധിയിൽ അവരെ വളർത്താനും ആ ബോധ്യം അവർക്ക് കൊടുക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.